പാലക്കാടിൻ്റെ മനോഹരമായ യാത്രയിൽ വാമല ക്ഷേത്രത്തിൽ പോയതും വന്നതും എല്ലാം നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് എത്തി. എന്താ പറയാന്നറിയില്ല, വളരെ പഴമേറിയൊരു ചായക്കട. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പഴക്കമുള്ള ഒരു ചായക്കട കാണുന്നത്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിൽ നിന്ന് കുനിഞ്ഞ് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. കുനിഞ്ഞ് ഞങ്ങൾ കയറി. മൊരിഞ്ഞ ചൂട് ഉഴുന്നുവട രണ്ടെണ്ണം പറഞ്ഞു, ഒരു ചായ പറഞ്ഞു. ചില ചേട്ടൻ അപ്പം ഓർഡർ തന്നവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ കഴിച്ചിട്ട് പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഞാനാണ് അവിടെ തിരിച്ച് വണ്ടി എടുത്തത്. തിരിച്ച് പ്രകൃതി ക്ഷേത്രമായിരുന്നു പോകാനൊരു പ്ലാൻ. അങ്ങനെ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോയി. അതും സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോഴും വളരെ മനസ്സ് ഭയങ്കര ശാന്തമായി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെയും കേട്ടോ. പിന്നീട് പോകാൻ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളോ പ്ലാനുകളോ ഒന്നും ഇല്ലായിരുന്നേ. അപ്പം കണ്ട റോഡിലൂടെയൊക്കെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ ചുമ്മാ എക്സ്പീരിയൻസ് ചെയ്തു. റൈഡ് ഓഫ് റോഡെന്നൊന്നും പറയാനില്ല, എന്നാലും ജസ്റ്റ് ഓഫ് റോഡ്സ് പോലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ കാണുന്നിടത്തൊക്കെ ഞങ്ങൾ നിർത്തി. സ്ഥലപ്പേരൊന്നും പറയാൻ എനിക്കത്ര അറിയത്തില്ല. ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്നതിലുപരി ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഞാൻ കൂടുതലും കാഴ്ചകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തി, ഇറങ്ങി, അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പാലക്കാടിലേക്ക് തിരിച്ചു വിട്ടു വീട്ടിലേക്ക്.